ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് റെസിപ്പീസിനെ കുറിച്ചൊന്നും അല്ല കേട്ടോ. ഇന്നത്തെ നമ്മളെ വ്ളോഗ് എൻ്റെ വീട്ടുമുറ്റത്തുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുള്ള നമ്മളെ ആപ്പിൾ ചാമ്പക്ക ഉപ്പിലിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ വീട്ടിൽ ആപ്പിൾ ചാമ്പക്കയുടെ മരം ഉണ്ടെന്ന്. അപ്പോൾ ആ മരമാണ് ഫസ്റ്റ് തന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ മരം കേട്ടോ, ആ മരം നല്ല വലുപ്പമുണ്ട് ഈ മരം. അപ്പോൾ നമുക്ക് നമ്മുടെ ആപ്പിൾ ചാമ്പക്ക നോക്കാം. അപ്പോൾ ഒരുപാട് ചാമ്പക്ക നിലത്തോട്ട് വീണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാമ്പക്ക ആവൽ കൊത്തിക്കണതാണ്. ആവൽ കൊത്തിയത് മാത്രമേ കേട്ടോ നിലത്തോട്ട് വിൽക്കാറുള്ളത്. ഞാൻ നിങ്ങൾക്ക് ഈ മരത്തിൻ്റെ മുകളിലുള്ള ആപ്പിൾ ചാമ്പക്ക ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളിവിടെ കാണുന്നുണ്ടാവും. ഈ കാണുന്നത് ആപ്പിൾ ചാമ്പക്കയാണ്. അപ്പോൾ നിറയെ ഈ മരത്തുമ്മേലെ ഒരുപാട് ആപ്പിൾ ചാമ്പക്കയുണ്ട്. ഓക്കെ, നമ്മളിനി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫ്രാഷൻ ബോട്ടിൻ്റെ വള്ളിയാട്ടോ. ഈ ഒരു ഫ്രാഷൻ ബോട്ടിൻ്റെ വള്ളി നിങ്ങൾ കാണുന്നുണ്ടാവും. ഫ്രാഷൻ ബോട്ടിൻ്റെ വള്ളി പറ്റ താന്ന് പോയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത മുമ്പേ നല്ല മഴയും അതുപോലെ കാറ്റൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് കൃഷികളൊക്കെ നിലത്തോട്ട് വീണിരുന്നു. ആ കൂട്ടത്തിൽ നമ്മുടെ ഫ്രാഷൻ ബോട്ടിൻ്റെ വള്ളിയും കൂടി വീണതാണ്. ഇനി എന്ത് ചെയ്യണം, ഇതിൻ്റെ ഈ ഒരു വലയുടെ തല നമ്മുടെ മരത്തുമ്മൽ ഒന്ന് പിടിച്ച് കെട്ടണം. പിന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ കോവക്കയുടെ വള്ളിയാട്ടോ. കോവക്കയുടെ വള്ളി നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കോവക്കയുടെ വള്ളി. അപ്പോൾ നിങ്ങൾക്ക് കോവക്ക കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതാണ് നമ്മുടെ കോവക്ക. ഒരുപാട് കോവക്ക ഉണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകും. ഞങ്ങൾ വളർത്തുന്ന മീൻകളെയാണ്. ഞങ്ങൾ ഇപ്പോൾ ഒരുപാട് മീൻകളെ ഞങ്ങൾ വളർത്തുന്നുണ്ട്. അപ്പോൾ 3 ടാങ്കാണ് ഞങ്ങൾ വളർത്തുന്ന മീനുകൾ. 3 ടാങ്കാണ്. ഒന്ന് അറ്റത്താണ്, പിന്നെ 2 ഇവിടെയാണ്. ആദ്യം തന്നെ ഞാനിതാ ഈ അറ്റത്തുള്ള മീനുകളാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് നമ്മുടെ ഏഞ്ചലുണ്ട് കേട്ടോ. ഈ അറ്റത്ത് ഒളിച്ചിരിക്കുകയാണ് ഏഞ്ചൽ ജോഡിയാണുള്ളത്. ഒന്ന് ഇവിടെ എവിടെയോ പറ്റി ഒളിച്ചിരിക്കുന്നുണ്ടാവും, ഒന്ന് അവിടെ ഉണ്ട്, അതുപോലെ ഒന്ന് ഇവിടെ എവിടെയെങ്കിലും ഒന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതാ 2 ഏഞ്ചൽ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് അവിടെ പായലിൻ്റെ മുകളിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ 2 ഏഞ്ചൽ ഇതാ ഇവിടെയുണ്ട്. പിന്നെ കുറച്ച് ഗപ്പീസാണ് ഇതിലുള്ളത്. ഇപ്പോൾ 2ാമത്തെ ടാങ്ക് അതെന്ന് വെച്ചാൽ ഇതിൽ മൊത്തം സാരിവാലാട്ടോ ഉള്ളത്. നല്ല വിലയുള്ള സാരിവാലാണുള്ളത്. അതോ എൻ്റെ മീൻകുളമാണ്. അപ്പോൾ നമ്മളിനി 3ാമത്തെ മീൻകുളം കാണാൻ വേണ്ടി പോവാണ്. ഇത് അടച്ചിട്ടതാണ്. ഇതിൽ നിറയെ മീനുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തുറക്കാണ് ചെയ്യുന്നത്. ഒരുപാട് മീനുകളുണ്ട്, നമുക്ക് കാണാൻ പറ്റും. നിറയെ മീനുകളുണ്ട്. പെരകി കളിക്കുക കേട്ടോ. ഒരുപാട് നിറയെ വേണ്ടത് ബ്ലാക്ക് മോണിയാണ്. ഇതാ ബ്ലാക്ക് മോണിൻ്റെ ഒന്ന് ചത്തുപോയി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഉമ്മ കുറച്ച് ദിവസം മുമ്പേ നട്ട് വെച്ച കറ്റാർവാഴ കേട്ടോ. ഇപ്പോൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ നട്ടിട്ടുള്ള കറ്റാർവാഴയാണ്. അപ്പോൾ ഈ കറ്റാർവാഴ എങ്ങനെ യൂസ് ചെയ്യുന്ന വീഡിയോ ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ കാണിച്ചു തരാൻ വേണ്ടി പോകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ എന്താ പറയുക, നമ്മളെ ഫ്രാഷൻ ബോട്ടിൻ്റെ ആ ഒരു തെയ്യ് കാറ്റ് കാരണത്താൽ ഒടിഞ്ഞു പോയല്ലോ എന്ന്. അതുപോലെ തന്നെ 2 ഫ്രാഷൻ ബോട്ടിൻ്റെ തെയ്യുകളുണ്ട് കേട്ടോ. അവിടെ ഒന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, ചിലപ്പം കാണാൻ പറ്റും. അധികം വെയിലായതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇത് ജാതിക്ക മരം കേട്ടോ. ഇതിൻ്റെ അടുത്ത് തന്നെ ജാതിക്ക മരമുണ്ട്. ഇവിടെ നിന്നൊക്കെ പിക്കെടുക്കാൻ വേണ്ടി നല്ല ഭംഗിയാട്ടോ. ഇവിടെ നിന്നൊക്കെ പിക്കെടുത്താൽ പിന്നെന്താ, നല്ല പച്ചപ്പ് നിറഞ്ഞ കാടുകൾ, നല്ല ഭംഗിയാണ്. ഇവിടെ നിന്നൊക്കെ പിക്കെടുക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇതാ പിന്നെ പിന്നെ ഇവിടെ കൂടുതലുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പൂളയാണ് കേട്ടോ കൂടുതലുള്ളത്. ഇവിടെ പൂള കൃഷിയാണ്. പിന്നെ ഇവിടെയുണ്ട് ഒരുപാട് പൂളകൾ. കാറ്റ് കാരണത്താൽ ഒക്കെ എന്താ ഇത് ഉടഞ്ഞു പോയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പച്ചപ്പ് നിറഞ്ഞ വേറെ സ്ഥലത്തേക്കാണ്. ഇവിടുന്ന് പിക്കെടുക്കാൻ നല്ല ഭംഗിയാണ്. കണ്ടോ, പച്ചപ്പ് നിറഞ്ഞ അരച്ച പുല്ലുകളുണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല ഭംഗിയായി സ്ഥലങ്ങളൊക്കെ. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് കളിക്കാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ കൊച്ചു വീഡിയോ. അപ്പം
നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.